അസുരവിത്ത് എന്ന നോവലിൻ്റെ 51-ാം ഭാഗമാണ് നിങ്ങളിന്ന് വായിച്ചു കേൾക്കാൻ പോകുന്നത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കേൾക്കാൻ എല്ലാവരും ശ്രമിക്കണം കേട്ടല്ലോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ഐക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്യാൻ ഓർക്കണേ. നമുക്ക് കഥയുടെ ഓരോരോ ഭാഗങ്ങൾ മുടങ്ങാതെ ദിവസവും കേൾക്കാൻ കഴിയുമല്ലോ. എല്ലാവർക്കും നല്ല ഒരു ദിവസം പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു. നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം. നല്ല അകലം പാലിക്കാൻ ശ്രദ്ധിച്ചു കൊള്ളണം. ആർക്കും സംശയമുണ്ടാകാൻ ഇടവരരുത് എന്ന് പറഞ്ഞതിൻ്റെ ശേഷം സോജൻ കുറേ മുൻപിലും ഇവർ രണ്ടുപേരും പിൻപിലുമായിട്ടാണ് ഹോട്ടലിലേക്ക് കയറിയത്. പരീക്ഷ കഴിഞ്ഞതിൻ്റെ ആഘോഷത്തിൻ്റെ ഭാഗമായിരിക്കാം അവരുടെ കോളേജിൽ പഠിക്കുന്ന ധാരാളം കുട്ടികൾ അന്ന് ഹോട്ടലിൽ ഉണ്ടായിരുന്നു. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഹോസ്റ്റലിലെ സാമ്പാറും ചോറും ഒഴിവാക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് മിക്കവാറും പേരും ഹോട്ടലിലേക്ക് കയറിയിരിക്കുന്നത്. അന്നത്തേക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പുതിയ വിഭവങ്ങൾ കഴിക്കാമല്ലോ, വായിക്ക് രുചിയുള്ളത്. സോജൻ ഇരുന്നതിന് എതിർവശത്തായി തന്നെ റിൻസിയും ബീനയും ഇരുന്നു. 3 പേർക്കും വേണ്ടത്രയും സാധനങ്ങൾ ഓർഡർ ചെയ്തു. കഴിച്ചതിന് ശേഷം അങ്ങോട്ട് കയറിയതുപോലെ തന്നെ അകലം പാലിച്ച് അവർ പുറത്തേക്കിറങ്ങി. അടുത്തത് ബീച്ചിലേക്കുള്ള യാത്രയാണ്. ബീച്ചിൽ അധികം തിരക്കൊന്നുമില്ലെങ്കിൽ മാത്രമേ ഈ സമയത്ത് അവിടെ പോയി ഇരിക്കാൻ കഴിയുകയുള്ളൂ. പൊള്ളുന്ന വെയിലാണ്. തിരക്ക് കുറവാണെങ്കിൽ തണലുള്ള ഭാഗം നോക്കി പിടിക്കാം. പിന്നെ അവിടെ തന്നെ ഇരിപ്പ് പിടിക്കുകയും ചെയ്യാം. മതിയാകുമ്പോൾ എഴുന്നേറ്റ് പോന്നാൽ മതി. തിരയെണ്ണി ആർക്കെങ്കിലും മതിയാകുമോ? റിൻസിക്ക് കടൽ പണ്ടേ ഒരു വീക്ക്നെസ്സാണ്. എത്ര കണ്ടാലും മതി വരില്ല. അവിടെ നിന്ന് പോരാനും തോന്നില്ല. ഇന്നും സ്ഥിതി തദൈവ. അവിടെ എത്തുവോളം വലിയ ഗമയിൽ പറഞ്ഞിരുന്നതാണ്. 4 മണിക്കപ്പുറം ഒരു മിനിറ്റ് പോലും അവിടെ ഇരിക്കുകയില്ല. എഴുന്നേറ്റ് ഹോസ്റ്റലിലേക്ക് പോകണം. സോജൻ ചേട്ടന് വയനാടിനുള്ള ബസ്സിന് സന്ധ്യയ്ക്ക് മുമ്പേ അവിടെ എത്തണം എന്നൊക്കെ പറഞ്ഞത് മാത്രം ബാക്കി. അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ കക്ഷി ഒറ്റത്തരം ഇരിപ്പ് തന്നെ. എത്ര വിളിച്ചിട്ടും എഴുന്നേറ്റില്ല. കല്ലിന് കാറ്റ് പിടിച്ചതുപോലെ ഒരേ ഇരിപ്പ് തന്നെ. വളരെ കഷ്ടപ്പെട്ടാണ് 5 മണിയായപ്പോഴേക്കും റിൻസിയെ വലിച്ചു പൊക്കിയത്. അവളെയും കൂട്ടി പെട്ടെന്ന് തന്നെ അവർ 3 പേരും അവിടെ നിന്നും പോന്നത്. ചാരക്കണ്ണുകൾ ഉണ്ടെങ്കിലും കണ്ടുപിടിക്കാൻ കഴിയാത്തതുപോലെയൊക്കെ തന്നെയാണ് ചെയ്തിരുന്നത്. എന്നാൽ പോലും ആരെങ്കിലും വീട്ടിൽ പോയി പറഞ്ഞെങ്കിലോ എന്ന ഭയമുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ 2 പേരും മാത്രമായി ബീച്ചിൽ പോയി കുറച്ചു സമയം ഇരുന്നു എന്ന് വീട്ടിൽ പറയാൻ 2 പേരും തീരുമാനിച്ചു. സോജൻ ചേട്ടനെ രംഗത്ത് കൊണ്ടുവരേണ്ട ആവശ്യമേ ഇല്ല. കൊണ്ടുവന്നാലല്ലേ പ്രശ്നമുള്ളൂ. കൊണ്ടുവന്നാൽ പ്രശ്നം ചെറുതൊന്നുമായിരിക്കില്ല താനും. പാവത്തിൻ്റെ പണി പാപ്പനങ്കോടെത്തും. അത്രയേ ഉള്ളൂ. ഒരു കുടുംബം പട്ടിണിയാകും. സോജൻ അന്ന് 5 മണി കഴിഞ്ഞുള്ള മാനന്തവാടി ബസ്സിനാണ് പോയത്. റിൻസി പിറ്റേ ദിവസമാണ് ഹോസ്റ്റലിൽ നിന്നും വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചത്. ബാക്കി എല്ലാവരും അന്ന് അവിടെ തങ്ങുന്നുണ്ട് എന്നതുകൊണ്ടാണ് അവളും അവിടെ തങ്ങാൻ തീരുമാനിച്ചത്. പിറ്റേ ദിവസം തന്നെ ബീനയും റിൻസിയും അവരവരുടെ വീടുകളിലേക്ക് പോയി. ഇനി വരുന്നത് വേനലവധി കാലമാണ്. ദീർഘമായ അവധിയുടെ കാലഘട്ടം. 2 മാസം കഴിഞ്ഞ് കാണാമെന്നുള്ള വാക്കുറപ്പിച്ച് ഇരട്ടക്കിളികൾ 2 പേരും 2 വ്യത്യസ്ത ദിശകളിലേക്ക് പറന്നു. അവധി കാലഘട്ടത്തിൽ വീട്ടിൽ വെറുതെ ഇരിക്കാതെ കടയിലേക്ക് ചെല്ലാൻ ചെറിയാച്ചൻ പലപ്പോഴും നിർബന്ധിച്ചു. എങ്കിലും റിൻസി പോകാൻ തയ്യാറായില്ല. എന്നാൽ റിജു കുറേ ദിവസങ്ങളിലൊക്കെ കടയിൽ പോയിരുന്നു. അവനും വലിയ താല്പര്യമുള്ളതായി അത് തോന്നിയില്ല. അതിൻ്റെ പ്രധാന കാരണം എപ്പോഴുമൊന്നും ആളുകൾ വരുന്നില്ല എന്നതാണ്. അവന് തിരക്കാണ് ഇഷ്ടം. ഒരു ദിവസം ഒരു തവണയോ മറ്റോ കുറച്ച് ആളുകൾ വന്നെങ്കിലായി. അപൂർവം ചിലപ്പോൾ 2 തവണ. അതുകൊണ്ട് അവന് അതൊരു ഹരമായി തോന്നിയില്ല. റിൻസിയെ സംബന്ധിച്ചിടത്തോളം അതല്ല കാരണം. തൻ്റെ എല്ലാമായ സോജൻ ചേട്ടൻ്റെ മുതലാളിയായിരിക്കാൻ അവൾക്ക് അശേഷം താല്പര്യമില്ല. അതുകൊണ്ട് അവളും പോയില്ല. പിന്നീട് ചെറിയാച്ചനോട്ട് നിർബന്ധിച്ചതുമില്ല. വേണ്ടാത്തവർ വരണ്ട. തനിക്ക് താൻ തുടങ്ങിയ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കാൻ കഴിയില്ല.
അവധിക്കാലത്ത് വീട്ടിൽ തന്നെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം അക്കാമ്മ റിൻസിയോട് വളരെ സ്നേഹപൂർവ്വം ഒരു കാര്യം പറഞ്ഞത്. വളരെ വളഞ്ഞു ചുറ്റിയൊക്കെ ആണെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കാര്യത്തിൻ്റെ പോക്ക് റിൻസിക്ക് മനസ്സിലായി. എന്നാലും അമ്മയെക്കൊണ്ട് മുഴുവൻ പറയിപ്പിച്ചു. അമ്മ ഇങ്ങനെ ചുറ്റി വളഞ്ഞ് തപ്പിപ്പിടിച്ച് പറയുന്നത് കേൾക്കാൻ ഒരു രസമാണ്. അത് കഴിഞ്ഞിട്ടാണ് അവൾ അവളുടെ തീരുമാനം അറിയിച്ചത്. നീ കൂടെ ഇവിടെ ഉണ്ടായിരുന്നപ്പോഴല്ലേ അന്നൊരു ദിവസം അപ്രതീക്ഷിതമായി നമ്മുടെ ലോനപ്പൻ ചേട്ടനും റീത്താമ്മച്ചിയും കുടുംബവും കൂടി ഇവിടെ വന്നത്? അതെന്തിനാണെന്ന് നമ്മൾ പലപ്പോഴും ചോദിച്ചു. എങ്കിലും ചാച്ചൻ ഇതുവരെ പറഞ്ഞിരുന്നില്ലല്ലോ. ഒരു ദിവസം എന്നോട് ആ കാര്യം ഒന്ന് സൂചിപ്പിച്ചു. ആ കാര്യം ചോദിക്കാനും കൂടിയാണ് നിൻ്റെ അടുത്ത് വന്ന് ഞാനിരുന്നത്. കോഴിക്കോടുള്ള അച്ചാച്ചൻ്റെ കൂട്ടുകാർ ഇവിടെ വന്നതിന് താൻ എന്തഭിപ്രായം പറയാനാ? അന്ന് വലിയ തിരക്കല്ലായിരുന്നോ അമ്മയ്ക്ക്? ഞാൻ മുഴുവൻ സമയം അടുക്കളയിലല്ലായിരുന്നോ? അത് കാരണം എനിക്ക് എലിസബത്തിനോട് കുറച്ച് സമയം സംസാരിക്കാൻ പോലും കഴിഞ്ഞില്ല. അതിനുള്ള ന്യായീകരണമാണ് അങ്ങോട്ട് ചോദിക്കേണ്ടത്. ഏതായാലും ചോദിക്കുന്നില്ല, പോട്ടെ. അവർ വരികയും പോവുകയും ചെയ്തില്ലേ? പ്രത്യേകിച്ചൊന്നും പറഞ്ഞുമില്ലെന്നാണ് ചാച്ചൻ അന്ന് പറഞ്ഞത്. പിന്നെ ഞാനതിലെന്ത് പറയാനാ? അല്ലെങ്കിൽ തന്നെ ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനല്ലല്ലോ, നിങ്ങളൊക്കെയല്ലേ. നിങ്ങൾ തീരുമാനിച്ചു പറയുന്നു, ഞങ്ങളതനുസരിച്ച് എവിടെയെങ്കിലും വരണമെങ്കിൽ വരുന്നു, പോകണമെങ്കിൽ പോകുന്നു. ഒന്നും അറിയാത്തതുപോലെ ഭാവിക്കുന്നതാണ്. നേരത്തെ മുതലേ ഇവൾ ഈ ടൈപ്പാണ്. ചിലപ്പോൾ അവൾ പറഞ്ഞത് ശരിയായിരിക്കും. ഒരു കാര്യവും അന്വേഷിക്കുന്നുണ്ടാവില്ല. അവർ വന്നത് ജിൻസ് ചേട്ടന് ഒരു കല്യാണ ആലോചനയുമായിട്ടാണ്. പെട്ടെന്ന് തന്നെ വന്നത് എന്താണ് എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും വന്ന കാര്യം അതാണ്. കോളേജിൽ പഠിക്കുന്ന ആ ചേട്ടൻ കല്യാണം കഴിക്കാറായോ? എന്നെക്കാൾ 2 കൊല്ലം മുമ്പ് മാത്രം പഠിക്കുന്നതല്ലേ. കൂടിപ്പോയാൽ 23 വയസ്സ് കാണും. ഇപ്പോഴേ കല്യാണം കഴിക്കാനായോ? അവൻ ഇടയ്ക്ക് പല ക്ലാസ്സിലും തോറ്റിട്ടാണ് ഡിഗ്രിക്ക് നിന്നേക്കാൾ 2 കൊല്ലം മുമ്പ് എത്തിയത്. അതുകൊണ്ട് നീ ഉദ്ദേശിക്കുന്നത് പോലെ 23 വയസ്സായിരിക്കില്ല. കുറഞ്ഞത് 26 വയസ്സെങ്കിലും കാണും എന്നാണ് ആ മാതാപിതാക്കൾ പറയുന്നത്. അതായിരിക്കുമല്ലോ ശരി. അവർക്കല്ലേ കൃത്യമറിയാവുന്നത്. ഓ, അങ്ങനെയാണെങ്കിൽ കല്യാണം ആലോചിക്കാം. 23 വയസ്സുള്ള ഏതെങ്കിലും ഒരു പെണ്ണിനെ കൊണ്ട് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അതിന് അവർ ഇങ്ങോട്ട് വന്നിട്ട് എന്താണ് കാര്യം എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇവിടെ അതിന് പാകത്തിനുള്ള പെണ്ണുണ്ടോ? ആകെ കെട്ടിച്ചു വിടാൻ പറ്റിയ ഒരു അക്കാമ്മ ചേടത്തിയാണ് ഉള്ളത്. അവർ തമ്മിൽ പ്രായത്തിൽ വലിയ അന്തരമുണ്ടാകും. നീ എനിക്ക് കല്യാണം ആലോചിക്കണ്ട. അതൊക്കെ നേരത്തെ ആലോചിച്ചതാണ്, കല്യാണം കഴിച്ചതുമാണ്. അതുകൊണ്ടാണല്ലോ നിങ്ങളൊക്കെ ഉണ്ടായതും. ചൂടാവല്ലേ, ഞാൻ കാര്യം പറഞ്ഞതല്ല. അവർ ഇങ്ങോട്ട് ആരെ കാണാനാണ് വന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ്. അവർ കാണാത്ത ആരാണ് ഇവിടെ ഉള്ളത്? ഞാൻ ഇത്ര നേരം പറഞ്ഞിട്ടും നീ മനസ്സിലാകാത്തതുപോലെ കളിക്കുന്നത് കൊണ്ട് ഞാൻ പറയുകയാണ്. അവർ ജിൻസിനു വേണ്ടി നിന്നെ കല്യാണം ആലോചിക്കാനാണ് ഇങ്ങോട്ട് വന്നത്. നിന്റെ അഭിപ്രായം ചോദിച്ചറിയാൻ നിന്റെ ചാച്ചൻ എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതിൻ പ്രകാരം ഞാൻ ചോദിച്ചതാണ്. ഇപ്പോൾ നിനക്ക് കാര്യം മനസ്സിലായല്ലോ. ഞാനിപ്പോൾ പഠിക്കുകയാണ്. പഠിക്കുക എന്നതാണ് ഇപ്പോൾ എൻ്റെ ലക്ഷ്യം. ഇപ്പോൾ വിവാഹം എന്ന കാര്യത്തെപ്പറ്റി ഞാൻ ചിന്തിക്കുന്നു പോലുമില്ല. ചിന്തിക്കാൻ കഴിയുകയുമില്ല. അല്ലെങ്കിൽ തന്നെ ജിൻസ് ചേട്ടനെ ഞാൻ എനിക്കില്ലാത്ത മൂത്ത സഹോദരനായിട്ടാണ് കാണുന്നത്. മറ്റൊരു സ്ഥാനത്ത് ചേട്ടനെ എനിക്ക് കാണാൻ കഴിയില്ല. നീ ആദ്യം പറഞ്ഞ കാര്യത്തിന് പ്രശ്നമൊന്നുമില്ല. നിന്നെ പഠിപ്പിക്കാൻ അവർ തയ്യാറാണ്. നിനക്ക് ഇതേ കോളേജിൽ തന്നെ പഠനം തുടരാം. പോകേണ്ടത് ഇവിടെ നിന്നല്ല, കോഴിക്കോട് അവരുടെ വീട്ടിൽ നിന്നാണെന്ന് മാത്രം. പക്ഷേ ഞാൻ രണ്ടാമത് പറഞ്ഞത് വലിയ പ്രശ്നം തന്നെയാണ്. ഞാൻ ചേട്ടനായി കണ്ട ആളെ എനിക്കിനി ഭർത്താവിൻ്റെ സ്ഥാനത്ത് കാണാൻ കഴിയില്ല. അതെന്താണ് അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്തത്? ചേട്ടന് എന്നെക്കാൾ എത്രയോ നല്ല പെണ്ണിനെ കിട്ടും. എനിക്ക് എന്നും നല്ലൊരു ചേട്ടനെയും കിട്ടും. അതുകൊണ്ട് ഇത് വേണ്ട അമ്മേ, ആലോചിക്കുകയേ വേണ്ട. ഞാൻ ഈ തീരുമാനമാണോ നിൻ്റെ അച്ചാച്ചനോട് പറയേണ്ടത്? അച്ചാച്ചന് ഇക്കാര്യത്തിൽ അല്പം പ്രതീക്ഷ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ തീരുമാനം തന്നെ അച്ചാച്ചനോട് പറഞ്ഞാൽ മതി.
അച്ചാച്ചൻ എൻ്റെ അഭിപ്രായം അറിയാതെ പ്രതീക്ഷിച്ചത് തന്നെയാണ് തെറ്റ്. അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. അക്കാമ്മ ഏകദേശം പ്രതീക്ഷിച്ച മറുപടി തന്നെയാണ് മകളിൽ നിന്ന് കിട്ടിയത് എങ്കിലും ഇനി ആ മറുപടി കുഴപ്പമൊന്നുമില്ലാതെ ചെറിയാച്ചനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അതൊരു വലിയ ഭാരമാണ്. അതാണിപ്പോൾ അവർക്കുള്ളത്. അതെങ്ങനെ സാധിക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അവർ അടുക്കളയിലേക്ക് കയറിപ്പോയി. 1-2 ദിവസം കഴിഞ്ഞപ്പോൾ നല്ലൊരു സാഹചര്യം നോക്കി അക്കാമ്മ ചെറിയാച്ചനോട് കാര്യം പറഞ്ഞു. അത് കേട്ടതേ അയാൾക്ക് നല്ലവണ്ണം ദേഷ്യം വന്നു. പ്രതീക്ഷിച്ചത് നടക്കാതിരിക്കുമ്പോൾ ആർക്കും ഉണ്ടാകാവുന്ന ദേഷ്യം തന്നെ. പ്രത്യേകിച്ചും ആഗ്രഹിച്ചതൊക്കെ തന്നെ നേടിയ ചരിത്രമുള്ള ചെറിയാച്ചനെ സംബന്ധിച്ച് ദേഷ്യം അല്പം കൂടും. ആഗ്രഹിച്ചത് കൈവിട്ടു പോകുമ്പോൾ ചെറിയാച്ചനുണ്ടാകാവുന്ന വിഷമം അക്കാമ്മയ്ക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. പക്ഷേ അവർ മാത്രം മനസ്സിലാക്കിയതുകൊണ്ട് ഇവിടെ കാര്യം നടക്കില്ലല്ലോ. അവൾക്ക് മറ്റെന്തെങ്കിലും പ്ലാനോ പ്രണയമോ മറ്റോ ഉണ്ടോ? അങ്ങനെയെങ്ങാനും നിന്നോട് പറഞ്ഞോ? അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും നീ ചോദിച്ചു നോക്കിയോ? അതോ ഞാൻ പറഞ്ഞതിന് അവൾ പറഞ്ഞ ഉത്തരം മാത്രം കേട്ട് നീ എൻ്റെ അടുത്തേക്ക് പോരുകയാണോ ചെയ്തത്? അങ്ങനെയൊന്നുമുള്ളതിൻ്റെ ഒരു സൂചനയും കിട്ടിയില്ല. ഞാൻ അതുമായി ബന്ധപ്പെട്ട് ചോദിച്ചിരുന്നു, എന്നാൽ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല. അവൾക്കിപ്പോൾ അതിനൊന്നുമല്ല സമയം എന്നാണ് പറഞ്ഞത്. പഠനത്തിൽ ശ്രദ്ധിക്കുകയാണ് ആവശ്യമെന്നു കൂടി പറഞ്ഞു. പഠനം കഴിഞ്ഞ് ഒരു ജോലിയും കൂടി ആയിക്കഴിഞ്ഞ് മാത്രം വിവാഹത്തിൻ്റെ കാര്യം ആലോചിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. അവൾ പറയുന്ന കാലത്ത് ആലോചിക്കാൻ ഇവിടെ ഞാനും നീയും ഉണ്ടായെങ്കിലല്ലേ? ഓരോ മനുഷ്യൻ്റെ കാര്യം തീർന്നു പോകുന്നത് എപ്പോഴെന്ന് ദൈവത്തിനല്ലാതെ ആർക്കും അറിയില്ല. നിന്ന സ്ഥലത്തു നിന്നും ഉരുണ്ടു വീണാണ് എൻ്റെ കൂട്ടുകാർ 2-3 പേര് മരിച്ചു പോയത്. അതുപോലെ എങ്ങാനും ഞാനും പോയാൽ പിന്നെ ആര് കല്യാണം നടത്തി കൊടുക്കും? എന്തായാലും അത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ അക്കാമ്മയ്ക്കല്പം ദണ്ണം തോന്നി. അവളത് മറച്ചു വയ്ക്കാതെ പറയുകയും ചെയ്തു. വരാനുള്ളതൊന്നും വഴിയിൽ തങ്ങില്ല എന്നത് ശരി തന്നെയാണ്. എന്നാലും ഇപ്പോൾ ഈ വേണ്ടാത്ത കാര്യങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല. നമ്മൾ രണ്ടും ഒരുമിച്ച് പോയാലും അവർ ജീവിക്കും. തീരെ കുഞ്ഞിലെ അപ്പനും അമ്മയും നഷ്ടപ്പെട്ട എത്രയോ കുട്ടികൾ നല്ല നിലയിൽ വളർന്നു വരുന്നു. അതുകൊണ്ട് അതോർത്തൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല. വരാനുള്ളത് കൃത്യസമയത്ത് തന്നെ വരും. തന്നാലാകുന്ന കാലം മുഴുവൻ മക്കളുടെ സുരക്ഷിതമായ ഭാവിക്ക് വേണ്ടി സമ്പാദിച്ചു വയ്ക്കാൻ ഓടി നടന്ന താൻ ഇപ്പോൾ അവളുടെ നന്മയ്ക്ക് വേണ്ടി ഒരാലോചന കൊണ്ടുവന്നതല്ലേ? അപ്പോൾ അവളത് പുറങ്കാലുകൊണ്ട് തട്ടിക്കളഞ്ഞിരിക്കുന്നു. അതിൻ്റെ കാരണമെന്തെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ലെങ്കിൽ പോലും എന്തെങ്കിലും കാരണം കാണും എന്നാണ് മനസ്സിലാക്കാവുന്നത്. അക്കാമ്മേ, നീ ഒരു കാര്യം ചെയ്യണം. ഇനി അവളെ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കണം. എൻ്റെ വിശ്വാസം ശരിയാണെങ്കിൽ അവൾക്ക് നിലവിൽ ആരോടോ ഒരു പ്രണയബന്ധമുണ്ട്. ആരാണെന്ന് നമുക്ക് വ്യക്തമല്ല എന്നേ ഉള്ളൂ. എന്നാലും ലക്ഷണപ്രകാരം ആരോടോ ഉണ്ട്. ഇപ്പോൾ കല്യാണക്കാര്യം വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമല്ല. ഇനിയിപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അവളുടെ ഇഷ്ടമനുസരിച്ച് ആ കാര്യങ്ങൾ നടത്തി കൊടുക്കുകയല്ലേ വേണ്ടത്? പിന്നല്ലാതെ അതിൻ്റെ പുറകെ അന്വേഷിച്ചു പോയി കണ്ടുപിടിക്കണമായിരിക്കും. എന്നിട്ട് അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനാണെങ്കിൽ ആ വക ഇടപാടിന് അക്കാമ്മയെ കിട്ടില്ല. പറയുന്നത് കെട്ടിയവനാണെങ്കിൽ പോലും. അവളുടെ മുഖത്തെ പരിഭവഭാവം ചെറിയാച്ചന് മനസ്സിലായി. എന്നാലും അയാളത് കാര്യമായി എടുത്തില്ല. കാര്യമാക്കിയാലല്ലേ പ്രശ്നമുള്ളൂ. അങ്ങനെ എത്ര ഭാവങ്ങൾ ഇത്ര കാലം കൊണ്ട് കണ്ടിരിക്കുന്നു. കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി താഴെ രേഖപ്പെടുത്തണേ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും വേണ്ടപ്പെട്ടവർക്കുമൊക്കെ ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കല്ലേ. കഥയുടെ ഓരോ ഭാഗങ്ങൾ അവരും കൂടി കേൾക്കട്ടെ എന്ന്. കഥയുടെ അടുത്ത ഭാഗം നാളെ തന്നെ പോസ്റ്റ് ചെയ്യും. സാധാരണ പോലെ ഉച്ചതിരിഞ്ഞ് 2:30 തന്നെ. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഓക്കേ.